വിലങ്ങില്ലാത്ത അടിമകൾ വരൂ, നമുക്ക് വിലപേശിക്കൊണ്ടുപോകാം. ഇന്ന് ലോക തൊഴിലാളി ദിനമാണ്. ലോക തൊഴിലാളി ജനതയുടെ അവകാശങ്ങൾക്കും ക്ഷേമത്തിനും വേണ്ടി പോരാടിയവരുടെ ത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കലായിയാണ് ലോക തൊഴിലാളി ദിനം മെയ് 1 ആചരിക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ 80ഓളം രാജ്യങ്ങൾ മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കുന്നു. 20 മണിക്കൂറോളം കഠിന ജോലി, 4 മണിക്കൂർ മാത്രം വിശ്രമം, ഇതായിരുന്നു ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ തൊഴിലാളികളുടെ ജീവിതം. രാവന്തിയോളം തൊഴിലാളികളെ പണിയെടുപ്പിച്ച് ഭരണാധികാരികൾ നേട്ടം കൊയ്തപ്പോൾ തൊഴിലാളികളുടെ ആയുസ് പകുതിയായി ചുരുങ്ങുകയായിരുന്നു. കിട്ടുന്നതാകട്ടെ തുച്ഛമായ വേതനവും. അസംഘടിത തൊഴിൽ മേഖലയിലെ ചൂഷണത്തിനെതിരെയുള്ള ആദ്യ പോരാട്ടങ്ങളുടെ തുടക്കം 1886 അമേരിക്കയിലെ ഷിക്കാഗോയിൽ നിന്നായിരുന്നു. അസംഘടിത തൊഴിൽ മേഖലയിലെ തൊഴിലാളികൾ സംഘടിച്ച് പണിമുടക്കിനൊരുങ്ങി. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം, പഠനം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചായിരുന്നു തൊഴിലാളികളുടെ ആ സമരം. ഇതിന്റെ ചുവട് പിടിച്ചാണ് കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. ഏഷ്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉണ്ടായത് ഈ കേരളത്തിലായിരുന്നു. 1957 EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ രൂപീകൃതമായി. തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിന് എന്ന പേരിൽ പാർട്ടി രൂപം കൊണ്ടു. പാർട്ടിയും നേതാക്കളും ഇന്ന് വളർന്നു. ഇപ്പോൾ തുടർച്ചയായി 2ാം വട്ടവും ഭരണം കിട്ടി. നേതാക്കൾ പ്രഭുക്കന്മാരായി. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഇന്ന് തൊഴിലാളി വർഗ പാർട്ടിക്കാണ് ഏറ്റവും ആഡംബരപൂർണമായ ആസ്ഥാന മന്ദിരമുള്ളത്. ഈ ലോക തൊഴിലാളി ദിനത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 78 വർഷങ്ങൾക്കിപ്പുറവും തൊഴിലാളികളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ കാണുക. ഇന്ന് മെയ് ദിനമായിരുന്നിട്ട് പോലും, അവധിയായിരുന്നിട്ട് പോലും ആയിരക്കണക്കിന് തൊഴിലാളികളാണ് പഴയ അടിമക്കച്ചവടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ തൊഴിൽ തേടി നിരത്തിലിറങ്ങി തങ്ങളുടെ യജമാനന്മാരെ കാത്തു നിൽക്കുന്നത്. ഒരു ദിവസത്തെ ജോലിക്കായി രാവിലെ 4 മണി മുതൽ തൊഴിലാളികൾ ഇതുപോലെ നിരത്തിൽ ഇറങ്ങി നിൽക്കും. യജമാനന്മാർ വന്ന് നല്ല ആരോഗ്യമുള്ള, അനുസരണമുള്ള ജോലിക്കാരെ നോക്കി വിലപേശി തിരഞ്ഞെടുക്കുന്നു, കൊണ്ടുപോകുന്നു. യജമാനൻ കൂലി നിശ്ചയിക്കും, അടിമ അത് അനുസരിക്കും. തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അവരെ അടിമകളാക്കി, അവരെ വോട്ട് ബാങ്കാക്കി ദിനേശ് പിടിയും ബക്കറ്റ് പിരിവുമായി നടന്ന കാവർക്കികൾ ഇന്ന് തമ്പ്രാന്മാരായി വിലസുന്നു. തൊഴിലാളി അന്നും ഇന്നും ദുരിതത്തിൽ തന്നെ. പണിയെടുത്താൽ അവന് കാശുണ്ട്. ഇതുവരെ അസംഘടിത തൊഴിലാളികൾക്ക് അടിസ്ഥാന ശമ്പളം പോലും നിശ്ചയിച്ചിട്ടില്ല എന്നോർക്കണം. നിരക്ക് പോലും ഏകീകരിച്ചിട്ടില്ല. അവൻ അപകടം പറ്റിയാൽ ആരുമില്ല. പ്രായമായാൽ കാര്യവും പോക്കാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും എന്തും മാറ്റമാണ് ഇവിടെ തൊഴിലാളികൾക്ക് വന്നിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് ലോക തൊഴിലാളി ദിനം കെങ്കേമമായി ആഘോഷിക്കുമ്പോൾ ഇന്ന് രാവിലെ തലസ്ഥാന നഗരിയിലെ ഈസ്റ്റ് ഫോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് i2 ന്യൂസ് ഇന്ന് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുന്നത്. അവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മെയ് ദിനത്തിൽ മുദ്രാവാക്യം മുഴക്കി പോകുന്ന നേതാവിനെ തടഞ്ഞു നിർത്തി ഇവിടെ എന്നാ മാറ്റമാണടാ നീയൊക്കെ ഇത്രയും കാലം കൊണ്ട് ഒലത്തിയത് എന്ന് നിങ്ങൾ ചോദിക്കുക. തൊഴിലാളികളുടെ പ്രതികരണങ്ങളിലേക്ക്. ഇവിടെ പേരെന്തുവാ? ഗിരിജ. എവിടെ താമസിക്കുന്നേ? വിഴിഞ്ഞത്തിൽ നിന്ന് ഇവിടെ വന്നാ നടന്നത്. എത്ര മണി തൊട്ട് എത്ര മണി വരെ ഉണ്ട് നമ്മുടെ കട? ഞാൻ 4 മണി മുതൽ രാവിലെ 8-8:15 വരെ. രാത്രി 8-8:15 വരെ. രാവിലെ വേറെ ജോലിക്ക് പോകും. എന്നിട്ട് ഈ വെളുപ്പിനെ മാത്രമേ ഉള്ളൂ? എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? ചേട്ടൻ വെച്ചിരുന്നത്, എൻ്റെ ഭർത്താവ് വെച്ചിരുന്നത്. ചേട്ടൻ 10-25 ദിവസം വെച്ച് 17 വർഷമായി ചേട്ടൻ മരിച്ചിട്ട്. അതിനുശേഷം ഞാൻ തുടങ്ങിയത്. ഇന്നറിയാലോ, ഇന്ന് മെയ് ദിനമാണ്, തൊഴിലാളി ദിനമാണ്. തൊഴിലാളികളെല്ലാം ഇന്ന് എന്താ പറയുക, അവധിയെടുക്കുന്ന ലീവിലാണ്. എന്നിട്ടും ഈ ദിവസം രാവിലെ ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എങ്ങനെയുണ്ട്? മോശമാണ്. നമ്മുടെ ഒരു തൊഴിലാളികളുടെ അവസ്ഥ എന്താ? തൊഴിലാളികളുടെ അവസ്ഥ പൊതുവെ മോശം തന്നെ. എല്ലാവർക്കും ഉള്ളവര് ഉണ്ട്, ഇല്ലാത്തവര് അങ്ങനെ. അതുപോലെ ഇവിടെ വരുന്ന തൊഴിലാളികളായിരിക്കുമല്ലോ നല്ല ശതമാനവും ചായ കുടിക്കാനും ഒക്കെ വരുന്നത്. എങ്ങനെയുണ്ട് അവരുടെ ഒരു അവസ്ഥ? എങ്ങനെയുണ്ട് അവരുടെ അവസ്ഥ? പൈസ ഉള്ളവര് കുടിക്കും, ഇല്ല കടം കുടിക്കും, അങ്ങനെ അങ്ങ് പോണു. ജോലി ഉള്ളപ്പോ ഉണ്ട്, ഇല്ലാത്തപ്പോഴില്ല. അതുപോലെ ഈ വിലക്കയറ്റം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? വിലക്കയറ്റം ഭയങ്കര വിലക്കയറ്റം തന്നെ എല്ലാത്തിനും. ജീവിച്ചു പോകാൻ വളരെ പാടാണ്. ചേട്ടൻ എവിടുന്നാ വരുന്നേ? ഞാൻ പത്തനംതിട്ടക്കാരൻ.
പത്തനംതിട്ട തിരുവനന്തപുരം വരുന്നു. പത്തനംതിട്ട തിരുവനന്തപുരത്ത് വന്നതാണ് പണിക്ക്. എത്ര മണിക്ക് വീട്ടിൽ ഓട്ടോറിക്ഷ എനിക്കുണ്ടായിരുന്നു, അത് വീട്ടിൽ കയറ്റിയിട്ടാണ് പോകുന്നത്. കാരണം ഓട്ടോ ഇല്ല വണ്ടിക്ക്. ഒരു 700 രൂപ ഓടും, 200 രൂപ ഡീസൽ കാശാവും, പിന്നെ 500 രൂപ കിട്ടും. 500 രൂപയും കൊണ്ട് നമുക്ക് നടത്താൻ പറ്റത്തില്ല, വീട് നടത്താൻ പറ്റില്ല. ഒരു മോളെ BSc നഴ്സിംഗിന് വിട്ടേക്ക് പോവുക, 11 ലക്ഷം രൂപയാണ്. ഒരു മാസം 22,000 രൂപ ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പം ഞാൻ അവിടെ നിന്ന് ഇനി പോകുന്നത്. അന്നേരം ഓട്ടോ ഓടിച്ചാലും നമുക്ക് ഉദ്ദേശിക്കുന്ന വരുമാനം കിട്ടാത്തതുകൊണ്ട് വരുമാനമില്ല. 700 രൂപ ഓടി കഴിഞ്ഞാൽ 200 രൂപ ഡീസൽ കാശ് പോയിട്ട് 500 രൂപ കിട്ടും. അതുകൊണ്ട് നമുക്ക് ചിലവ് കഴിഞ്ഞ് പോത്തില്ല. തൊഴിലാളി ദിനമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ ഒരു ദിവസം മെനക്കെട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പം പണിക്ക് പോയാൽ 1000 രൂപ കിട്ടും. അതിലൊരു 150 രൂപ ചിലവ് പോയാലും ഒരു 850 രൂപ കിട്ടും. ഒരു ദിവസം നമ്മൾ മെനക്കെട്ട് പോയെന്നുണ്ടെങ്കിൽ ഒരു 250 രൂപ നമുക്ക് ചിലവാണ്. പത്തനംതിട്ട എത്ര മണിക്ക് എഴുന്നേറ്റാ ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് എത്തുന്നത്? ഇവിടെ ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാരനോട് താമസമാണ്. ഞാനൊരു 2 ആഴ്ച കൂടുമ്പോഴേ വീട്ടിൽ പോകത്തുള്ളൂ. കാര്യം ഇങ്ങനെ പഠിപ്പിക്കേണ്ട രീതി കൊണ്ട് ഇനി പോകുന്നതാണ്. ഇപ്പം കേരളത്തിലെ നമ്മുടെ തൊഴിലാളികളുടെ ഒരു അവസ്ഥ എങ്ങനെ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഈ ബംഗാളികൾ വന്നതോടുകൂടി തന്നെയല്ല, നമ്മുടെ നാട്ടിൽ പണിയില്ല. ഇപ്പം ഇവിടെ വന്ന് നിന്നാലും ശരി, മലയാളികളെ വേണ്ട, ബംഗാളികളെ വേണ്ട. കാര്യം 100 രൂപ എവിടെ കുറഞ്ഞ് കിട്ടുന്നോ അവിടെയാണ് മലയാളികൾ ഇപ്പം വിളിച്ചുകൊണ്ട് പോകുന്നത്. അവസ്ഥ ഇതായി. കേരളത്തിലുള്ള തൊഴിലാളികൾ ഇന്നലെ ഞാനും തൊഴിലാളികളിൽ പണിയുന്ന ഒരു വ്യക്തിയല്ല. ഇപ്പം നമുക്ക് പണിഞ്ഞേ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് പോകുന്നത്. മറ്റെന്തെങ്കിലും ക്ഷേമ പെൻഷനോ മറ്റെന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒരു പെൻഷനും കിട്ടുന്നില്ല. ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഓട്ടോറിക്ഷയുടെ ക്ഷേമനിധി അടച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇതുവരെ ഒന്നുമില്ല, ഒരു സാധനം പോലും ഇല്ല. അതാണ്ട് അവിടെ ബോർഡ് വെച്ചേക്കുന്നു 600 രൂപ ക്ഷേമ പെൻഷൻ 1500 രൂപ ആക്കി എന്നൊക്കെ വലിയ ബോർഡുകൾ വെച്ചേക്കുന്നു. ഈ പറച്ചിട്ട് കൊണ്ട് കാര്യമില്ലല്ലോ, ഈ പറച്ചിലെല്ലാം ഉണ്ട്. അന്നേരം ശരിക്കും ഒരു തൊഴിലാളികളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയാണ്. കാരണം ഇവിടെ ഒന്നും പണിയില്ല. ഇവിടെ 7 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4 ദിവസം പണി പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഇവിടെ ഇച്ചിരൂടെ മെച്ചമുണ്ട്. ഞങ്ങളുടെ അവിടെ തന്നെ കട ഇച്ചിരൂടെ മെച്ചമുണ്ട്. പത്തനംതിട്ടയിൽ ഇപ്പം കൺസ്ട്രക്ഷൻ ഒക്കെ നല്ലൊരു മേഖലയല്ലേ, അത്യാവശ്യം സാമ്പത്തികമുള്ള മേഖലയല്ലേ? നമ്മുടെ അവിടെ ശമ്പളം കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 800 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്കൂലി പോയിട്ട് അവിടെ പോയിട്ട് അതിൽ നല്ല ഓട്ടോറിക്ഷ കൊടുക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 800 രൂപ 1000 രൂപ ഒരു 1000-1200 രൂപ ശമ്പളം ഉണ്ട് ഹെൽപ്പേഴ്സിൽ. മേശരിക്ക് ഒരു 1300 1400 രൂപ റേഞ്ചാണ് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു 250 രൂപ ചിലവ് പോയാലും ഒരു 800 രൂപ വെച്ചു. ആ 800 രൂപ മതി വീട്ടിൽ. മാത്രം മറ്റൊരു ജില്ലകളിലേക്ക് പോയി കഴിഞ്ഞാൽ ശമ്പളമില്ല, പണിയില്ല. പത്തനംതിട്ട പ്രത്യേകിച്ച് പത്തനംതിട്ട ശമ്പളം കുറവ്. അന്നേരം തൊഴിലാളികൾക്ക് ഇങ്ങനെ ഒരു തൊഴിലിന്റെ നിരക്കിൽ ഒരു ഏകീകരണമോ മറ്റോ ഒരു ഏകീകരണമോ ഒന്നുമില്ല. ശമ്പളം ഇതുവരെ തൊഴിലാളികൾക്ക് നിശ്ചയിച്ചിട്ടില്ല. അടിസ്ഥാന ശമ്പളം നിശ്ചയിച്ചിട്ടില്ല. ഇവിടെ വരുന്ന ആൾക്കാരാണ് നിശ്ചയിക്കുന്നത് തൊഴിലാളികളുടെ പൈസ. സർക്കാർ തൊഴിലാളികൾക്ക് ഒരു നിശ്ചിത റേറ്റ്, ഹെൽപ്പേഴ്സിന് ഒരു നിശ്ചിത റേറ്റ്, മേശരിക്ക് ഒരു നിശ്ചിത റേറ്റ് ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചു. നമ്മുടെ ഈ പഴയ അടിമ കാലഘട്ടത്തിലെ പോലെ ഇന്ന് ആളുകൾ വന്ന് യജമാനന്മാരും വന്ന് ആളുകളെ ഇവിടുന്ന് സെലക്ട് ചെയ്ത് വിളിച്ചോണ്ട് റേറ്റ് പറഞ്ഞു പോകുന്നു. അതേ അവസ്ഥ ഇപ്പൊ ഇവിടെ അല്ലേ? ഇപ്പൊ ഇവിടെ സഹോദരൻ നോക്കിക്കോ, ഇച്ചിരി കഴിയുമ്പോൾ നോക്കിക്കോ, ഇവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരും. ഇവിടെ വന്ന് 2 വട്ടം എവിടെ 50 രൂപ കുറഞ്ഞ് കിട്ടുന്നോ അവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് പോവാം. തൊഴിലാളികളെ സംബന്ധിച്ചാൽ ഇപ്പൊ അടിമകളെക്കാളും കഷ്ടമായിട്ടൊരു അവസ്ഥ. അതിനെക്കാട്ടും വലിയ കഷ്ടമാണ് തൊഴിലാളികൾക്ക്. ഒന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ നടന്നു പോകുന്ന റോഡിൽ കൂടെ നടന്നു പോകുന്ന അവൻ തൊഴിലാളി അവനെ എടുത്തുകൊണ്ട് ചത്തുപോയെന്ന് പറഞ്ഞാൽ ശരി, ആ അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ ഒരു വീട്ടിൽ കൊണ്ടുവന്നാൽ ആരെങ്കിലും വിടും. അതിന് സർക്കാർ കൊണ്ടൊന്നും തോന്നില്ല, സർക്കാർ വിടത്തില്ല. ചത്തുപോയാലും അവിടെ കിടന്നിട്ട് ആരെങ്കിലും കൊണ്ടാക്കുമോ? അല്ലാതെ വേറെ വലിയ വിശേഷമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ തൊഴിലാളികളാണെന്നുള്ളത് എനിക്ക് അറിയാം. പക്ഷേ നമുക്ക് ഈ സാഹചര്യത്തിൽ തൊഴിലാളികളെ നോക്കി ഇരുന്നുകൊണ്ട് നമുക്ക് കാര്യം നടക്കത്തില്ല. ഇപ്പോൾ ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇന്നൊരു ദിവസം മെനക്കെട്ട് കഴിഞ്ഞാൽ തൊഴിലാളി ദിനമാണ്. എനിക്കറിയാം, ഞാൻ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി ദിനമാണെന്ന് പറഞ്ഞുകൊണ്ട് മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു 1000 രൂപ പോയി. ചിലവ് ഒരു 250 രൂപ. ഇന്ന് അവധി എടുത്ത് റൂമിൽ പോയിരുന്നു കഴിഞ്ഞാൽ 100 രൂപ റെൻറ്റ്, അല്ലെങ്കിൽ റെൻറ്റ് കൊടുത്തേ പറ്റുള്ളൂ. 100 രൂപ റെൻറ്റ്, ബാക്കിയുള്ള ചിലവെല്ലാം 250 രൂപ. കയ്യിൽ നിന്ന് 250 രൂപ പോയി. തൊഴിലാളി ദിനമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സർക്കാർ തരുമോ 250 രൂപ? ഇല്ലല്ലോ. പേരെന്തായിരുന്നു? എൻ്റെ പേര് ഷിബു. സ്ഥലം പത്തനംതിട്ട. അല്ല, കൂലിപ്പണിക്കാർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഈസ്റ്റോട്ടിലൊന്ന് വിളിച്ചോണ്ട് നമ്മളെ ഈ ഭാഗത്തുനിന്ന് വിളിച്ചോണ്ട് പോകുമ്പോഴത്തേക്ക് ഈ ഭാഗത്തുനിന്ന് വിളിച്ചോണ്ട് പോകണവർക്കെന്ന് പറയുമ്പോഴത്തേക്കും അവരെ ആ ഒരു എന്ത് പറയാന്ന് പറയുമ്പോഴത്തേക്കാണ് ആ ഒരു നായ്ക്കളെ കണക്കിനാണ് കാണുന്നത്. ഒരു ദിവസം പണിക്ക് വിളിച്ചോണ്ട് പോകുന്നതാണ്. അത് എന്തെങ്കിലും കാണിച്ചെന്ന് പറയുമ്പോൾ അവനെ എങ്ങനെയെങ്കിലും അതിനെ കഷ്ടപ്പെടുത്തിയിട്ട് തന്നെയാണ് പറഞ്ഞു വിടണം. അതിനുള്ള ശമ്പളവും തുച്ഛമായിട്ടുള്ള ശമ്പളം തന്നെയാണ്
സാധാരണ ഉള്ള ശമ്പളത്തിൻ്റെ ഒരു കണക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആവറേജ് ശമ്പളം ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു 1000 രൂപ ഹെൽപ്പറിനുണ്ട്, 1300 രൂപ 1400 രൂപ ശമ്പളം മേസന്മാർക്ക് കിട്ടുന്നുണ്ട്, ഹെൽപ്പർമാർക്ക് 1000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. ഇതിലൊന്നും വെട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ എഞ്ചിനീയർമാരെ വർക്കുകൾ. വീട്ടോണർമാർ വന്ന് വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു മാന്യമായിട്ടുള്ള രീതിയിലുള്ള ശമ്പളം ഇവിടെ നിന്ന് തരുന്നുണ്ട്. ബാക്കി കോൺട്രാക്ടർമാർ എഞ്ചിനീയർമാർ കൊണ്ടുപോയി കഴിഞ്ഞാലാണ് ശമ്പളം ഇത് കുറയ്ക്കുന്നത്. അവരെ നേട്ടം നോക്കിയിട്ട് മാത്രമേ, അതിലൊന്നും ഒരു ലാഭം എടുത്തിട്ട് മാത്രമേ ഇവരൊക്കെ പണിക്ക്. തൊഴിലാളികളുടെ അവസ്ഥ ഇപ്പൊ ശരിക്കും എങ്ങനെയുണ്ട് കേരളത്തിൽ? കഷ്ടമോ നല്ലതോ? കഷ്ടം തന്നെയാണ്. രാവിലെ എത്ര മണിക്ക് വരും ഇവിടെ? ഞാൻ ഇപ്പൊ ഈ സമയത്തൊക്കെ തന്നെ വരും. ഈ സമയത്ത് വരും. എങ്ങനെയുണ്ട് ജോലിയൊക്കെ എല്ലാ ദിവസവും കിട്ടാറുണ്ടോ അതോ? ചില ദിവസം കിട്ടൂല. ജോലി ഉള്ളപ്പോ ഉണ്ട്, ഇല്ലാത്തപ്പോ ഇല്ല. എവിടുന്നാ വരുന്നത്? ഞാൻ പൗർണസ് റോഡ് അടുത്ത് തന്നെയാ? പൗർണസ് റോഡ് അടുത്ത്. എന്ത് പണിക്കാ പോകുന്നത്? ഹെൽപ്പറായിട്ടോ? ഹെൽപ്പറായിട്ട് 8 മണിക്ക് എന്തെങ്കിലുമൊക്കെ പോകും. ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു അവസ്ഥ? എങ്ങനെയുണ്ട് തൊഴിലാളികളുടെ ഒരു അവസ്ഥ? എങ്ങോട്ട് മെയ് ദിനമാണല്ലോ, എടുത്തില്ലേ? ഇതിനാണ് നമ്മൾ ഇതെല്ലാം 1-ാം തീയതി വല്ല കഴിക്കാൻ വല്ല കിട്ടുമെന്ന് ഒക്കെ വന്നത്. എല്ലാം ഇപ്പോഴത്തെ കഴിക്കണ്ടേ ആവും. അതുകൊണ്ടാണ് നോക്കാം. ഇപ്പൊ അറിയാലോ ഇന്ന് തൊഴിലാളിയുടെ അവസ്ഥ എന്തോ? ഇപ്പൊ തൊഴിലാളിയുടെ അവസ്ഥ എന്തൊരു തൊഴിലാളിയുടെ അവസ്ഥയൊക്കെ ഇല്ലാതാക്കി കളഞ്ഞില്ലേ ഇപ്പോഴത്തെ സർക്കാർ. തൊഴിലാളി വർഗ സർക്കാരാന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇപ്പൊ ഇതാ വലിയ ഭയങ്കര കെട്ടിടമൊക്കെ ഉണ്ടാക്കി അവന്റെ ജീവിതം നോക്കി. ആദ്യം 5 വർഷം പരീക്ഷ പറ്റി, 5-ാമത്തെ വർഷം തൊഴിലാളികളെ കഴിച്ചു വിട്ടാൻ തുടങ്ങി. ഒന്നും രക്ഷയൊന്നുമില്ല. ദേവരി പെൻഷൻ പോലും നമുക്ക് തരുന്നില്ലല്ലേ. ഇപ്പം ക്ഷേമ പെൻഷൻ കിട്ടാറുണ്ടോ? ക്ഷേമ പെൻഷൻ കിട്ടാറില്ല. 7 മാസം കൊണ്ട് തരുന്നില്ല. ഇവിടെ വലിയ ബോർഡൊക്കെ വെച്ചേക്കുന്നു, ക്ഷേമ പെൻഷൻ 600 രൂപയിൽ നിന്ന് 1500 രൂപ ആക്കി പറഞ്ഞു. അതൊക്കെ വച്ചേക്കോ ബോർഡ്? ആ ബോർഡ് മാത്രമേ ഉള്ളൂ. ബോർഡ് മാത്രമേ കിട്ടുന്നില്ല. നിങ്ങൾ നിൽക്കുന്നതിന്റെ തൊട്ട് മേലിലാണ് ബോർഡൊക്കെ വെച്ചേക്കുന്നത്. എനിക്കറിയാം. നിങ്ങളിത് കണ്ടോട്ട് തളക്കി വിളിക്കത്തില്ലേ? പിന്നെ അല്ലാതെ ഈ ബോർഡ് കാണുമ്പോ എന്താ കാണാൻ തോന്നുന്നത്? ഈ ബോർഡ് കാണുമ്പോ മനുഷ്യനെ അലിപ്പിക്കുന്ന അല്ലാതെ വിജയനോട് പറയാനുള്ളത് എന്തോ? എനിക്ക് എന്തിനു പറയാനെന്താണ്? നമ്മൾ ജോലി ചെയ്തെങ്കിൽ തിന്ന, അല്ലെങ്കിൽ ഇല്ല. അത്രേ ഉള്ളൂ. തൊഴിലാളി വർഗ പാർട്ടിയുടെ പേര് കേറിയിട്ട് ഇവന്മാര് ശരിക്കും എന്തോ തൊഴിലാളികൾ തന്നേക്കുക. തൊഴിലാളിയൊക്കെ അവിടെ വലിയൊരു പണി തുടങ്ങിയല്ലോ പണിയുള്ളൂ. അവിടെ അവന്മാര് വീലത്തിൽ ചെല്ലല്ലേ. എനിക്ക് എന്താ എന്തെങ്ങനെയാണ് പണി തുടങ്ങണമെന്ന് ചെല്ലാൻ പോയി. പിന്നെ അവരെങ്ങനെ പണി ചെയ്യും? അവര് പണി ചെയ്താലേ നമുക്ക് ജോലി കിട്ടുള്ളൂ. ഇവരെ ഒന്നും രക്ഷയില്ല. ഇവരിതോടെ പോവും. ഇനി നോക്കണ്ട. ഇനി വരില്ല. ഇനി പോക്കേണ്ട. അത് വന്നാ ഇനി ജനങ്ങൾ ഓടിച്ചിട്ട് അടിക്കും പോകാൻ. ആ അവസ്ഥയിലായി. ഭയങ്കര വിലക്കയറ്റം മതി. സാധനങ്ങൾ വിലക്കയറ്റം, പെട്രോൾ വിലക്കയറ്റം, എല്ലാം വിലക്കയറ്റം മതി. വിലയില്ലാത്ത മനുഷ്യനാണ് വിലയില്ലാത്ത. മനുഷ്യനെ കൊല്ലാണ്ടില്ല. കോഴിയെ പോലെയല്ലേ കൊല്ലുന്നത്. മനുഷ്യനൊരു വിലയില്ല. നമ്മളെ ഉണ്ടെങ്കിൽ കഷ്ടം കഴിക്കാം, ഇല്ലെങ്കിൽ ഇല്ല. ഇന്ന് അവര് കോഴികളുണ്ടാക്കി നമ്മൾ കോഴി പോകുമ്പോൾ സാധാരണക്കാരുടെ മണവാലി അവരെടുത്ത് വെട്ടി മലത്തി കൊണ്ടുപോകണേ. പണ്ട് ഈ രാജാവ് ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ഇവിടെ ജനാധിപത്യം പറഞ്ഞവന്മാർ എന്താ ഉണ്ടാക്കി? അതിനെ വെട്ടിപ്പളം നിന്നല്ലാതെ ഇവിടെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. രാജാവ് ഒരു തിരുവക്കോട് ഒരു രാജാവ് ഭരിച്ചോണ്ടിരുന്നു. അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ടല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടാക്കി? അതിനെ പിളർന്നു നിന്നല്ലാതെ അവന്മാര് ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അവന്മാർ ആർക്കും ഒന്നും ചെയ്യില്ല. അവന്മാർ ഒന്നും ചെയ്യത്തില്ല. അതെ. നൈനാര് EMS നമ്പര് പഴക്കുന്ന കാലത്ത് തൊഴിലാളി വർഗത്തിന്റെ ഭരണമായിരുന്നു. അവരാരും ഒന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് അവന്റെ മോൻ ബാങ്കില്, ദുബായിൽ ബാങ്കിലല്ലേ, ആ ബാങ്കിൽ എത്രയോ കോടികൾ കൊണ്ടുണ്ടാക്കിന്. അതുപോലെ തന്നെ മോൾ ഒരു വകുപ്പില്, മരുമോ ഒരു വകുപ്പില്, വലിയ വകുപ്പുകളല്ലേ അവന്മാരുടെ കയ്യിലല്ലേ. അവൻ രാഷ്ട്രീയത്തെ കളിച്ചുകൂടാത്ത അവന്. ഇപ്പം തന്നെ ഇത് PSC നാള് വിളിക്കുന്നില്ല. PSC എല്ലാം കട്ട് ചെയ്തില്ലേ? പഠിക്കുന്ന പിള്ളേർക്ക് എന്തൊക്കെ ജോലി കിട്ടുമോ? PSC എല്ലാം കട്ട് ചെയ്തില്ല. കേരളം മിക്കാറാക്കി വെച്ചിരിക്കല്ലേ. കേരളം പോയി. കേരളത്തെ ഭരിക്കുന്നവൻ എന്തിനു ചെയ്ത്? അതൊക്കെ ഈ ഏജാണ്ടി കൊണ്ടുവന്നല്ലേ. യവന്മാരെല്ലാം ഈ ഇടതുപക്ഷം ഭരണത്തിലെന്നല്ലേ തടുത്തവന്മാരല്ലേ. BJP അങ്ങനെ വരാൻ പാടില്ല. ഇപ്പൊ 4 വരി റോഡ് തന്നെ വന്നു. അത് വരാൻ പാടില്ല എന്ന് എതിർത്തവന്മാരല്ലേ യവന്മാർ, ഈ ഇടതുപക്ഷം. ഇപ്പൊ അത് ചെയ്തില്ലേ? അത് റോഡ് തുറന്നു കൊടുത്തില്ലേ? അതല്ലേ കേന്ദ്രം ചെയ്യേണ്ട രീതിയിലൊക്കെ ചെയ്യും. അല്ലെ അവന്മാരിവിടെ എന്തിനാണ് ഈ
പെൻഷൻ പൈസ ഒരു സമയത്തിന് കൊടുക്കുന്നില്ല. പിന്നെ തൊഴിലാളികളാണ്. ഇന്ന് വലിയ ആഘോഷമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഇന്ന് വലിയ ആഘോഷം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നും. ബലവാൻ നഗർ മണക്കാട് അങ്ങോട്ട് പോകണം. എല്ലാ ദിവസവും ഇവിടെ നിന്നാണോ ജോലിക്ക്? ഇവിടെ നിന്നാണ് വേണം. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാൻ ഹെൽപ്പറായിട്ട് പോകണം. ഹെൽപ്പറായിട്ട്. സാധാരണഗതി എങ്ങനെയാണ് ഇപ്പം എത്ര മണിക്ക് ഇവിടെ വരും? ഞാൻ ചിലപ്പോ 7 മണിക്ക് വരും. ചിലപ്പോ എനിക്ക് നേരത്തെ ലേറ്റ് ആവണമെങ്കിൽ 7 ആവും. അല്ലെങ്കിൽ 6:30 മുമ്പ് ഇവിടെ എത്തും. എത്ര മണിക്ക് മുമ്പ് വരണം ജോലി? 7 മണിക്ക് മുമ്പ് വന്നാൽ എന്തെങ്കിലും കിട്ടും. ചിലപ്പോ കിട്ടിയില്ലെന്നും വരും. കിട്ടാതെ പോകുന്ന ദിവസങ്ങളും ഉണ്ട്. അപ്പൊ സാധാരണഗതിയിൽ വരുന്നവർ എന്തൊക്കെ തരത്തിൽ ജോലിക്കോ ആവശ്യക്കാരെ ഇവിടെ വരുന്നത്? വീട് ചിലപ്പോ വൃത്തിയാക്കാനാ, അല്ലെ പോച്ച പറിക്കാനാ, അങ്ങനെയൊക്കെയുള്ള പണിക്കൊക്കെ വിളിക്കും. ഈ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു ബാർഗൻ ചെയ്യുമോ? ഒന്ന് അവര് ശമ്പളത്തിന്റെ ഒന്നും ചെയ്യില്ല. അതിവിടെ കൺട്രാക്ടർമാർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ 100 രൂപ വിട്ടവര്. അന്നേരം ഇതിനിടയ്ക്ക് കൺട്രാക്ടർമാരും ഉണ്ട്. ഇതിനിടെ കൺട്രാക്ടർമാരുണ്ട്. അന്നേരം കൺട്രാക്ടർമാരുടെ കിറപ്പിൽ പോയാൽ എങ്ങനെയാ പരിപാടി? കൺട്രാക്ടർമാരുടെ കിറപ്പിൽ പോയി അവര് മൊത്തം അടക്കലെടുക്കും. അടക്കലെടുത്ത് നമ്മളായിട്ട് പണി ചെയ്യിക്കും. പണി കഴിച്ച് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അവര് 1500 പല്ലൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് 1900 തരും. പിന്നെ വഴക്ക് കൂടിയ ഒരു 50 രൂപ തരും. ഇല്ലെങ്കിൽ അതുമില്ല, 900 അത് കൊണ്ടുപോകും. നിങ്ങൾക്ക് തൊഴിലാളികൾക്ക് വേറെ ഡിമാൻഡ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല? ഇല്ല. പറയുന്ന ശമ്പളം ചോദ്യം ചെയ്ത പണിയില്ല. പിറ്റേ പണി തരില്ല. പിറ്റത്തെ പേര് വേറെ എണ്ണം വിളിച്ചിട്ടുണ്ട്. അന്നേരം ഇന്ന് തൊഴിലാളി ദിനമാ. തൊഴിലാളി ദിനം നമ്മൾ ആചരിക്കുമ്പോഴ് തൊഴിലാളി ദിനം ആചരിക്കുമ്പോഴ് തൊഴിലാളികളുടെ ആ ദിനത്തിലും ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും എന്തെങ്കിലുമൊക്കെ നേട്ടം നിങ്ങൾക്ക് തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. അന്നോട്ട് ഇന്ന് വരെ ജോലി ചെയ്യണ കഷ്ടപ്പാട് മാത്രമേ. അതായത് ജോലി ചെയ്താൽ അന്നന്തേടെ കഴിഞ്ഞു പോവാം അല്ലേ? വേറൊരു നേട്ടവും ഇല്ല. ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തൊഴിലാളികളുടെ നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ എന്തോ ചേട്ടാ സംബന്ധിച്ചോളം? വളരെ മോശം. വളരെ മോശം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 കൊല്ലം മുമ്പുള്ള രീതിയല്ല ഇപ്പൊ. കഴിഞ്ഞ 10 കൊല്ലം എന്ന് പറയുമ്പോൾ പണികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇന്ന് ഈ സിറ്റിക്കകത്ത് നിങ്ങൾ നോക്കിയാലും നമ്മൾ 6 നോക്കിയാലും പണി ഉണ്ടായില്ല. പണിയില്ലാത്തത് നമുക്ക് മാത്രമല്ല, ഈ വാഹനം ഓടിക്കുന്നവർക്ക്, ചെറിയ ചെറിയ വാഹനം ഓടിക്കുന്നവർക്ക് പണിയില്ല. അവർക്ക് കഷ്ടപ്പാടാണ്. നമ്മളെ പോലത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പറയാൻ പറ്റും. കാരണം ഇപ്പൊ നമ്മളിപ്പോ 500 രൂപ എടുത്താന്ന് മാറിയാൽ ഒന്നുമില്ല. 1 കിലോ അരി 60 രൂപ. 100 രൂപ കുറഞ്ഞ് മലക്കറിയില്ല, പച്ചക്കറിയില്ല. ഒരു ചായ 15 രൂപ. ഒരു ഊണ് 100 രൂപ. മീൻ വാങ്ങിച്ചില്ലെങ്കിൽ മീൻ വാങ്ങിച്ചാൽ 140, 150. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒന്നും നിൽക്കുക. നമുക്ക് ഒരു 1200 ശമ്പളം കിട്ടിയാൽ ഒരു 600 രൂപ 700 രൂപ കിട്ടിയത് തിരിച്ചിങ്ങോട്ട് വേണമെങ്കിൽ പിന്നെ 200 രൂപ കൊണ്ടുവരാം. ഇതാണ് മനുഷ്യ ഒഴികെ ബാക്കി എല്ലാത്തിനും വില കൂടി അല്ലേ? മനുഷ്യന് മാത്രം വിലയില്ല, ബാക്കി എല്ലാത്തിനും വില കൂടിയ മാത്രമല്ല ജീവിക്കാൻ വിലത്തില്ലാത്തൊരു കണ്ടിട്ടാണ്. ഞങ്ങളെ പോലത്തെ കൂലിപ്പണിക്കാര് പറയുകയാണെങ്കിൽ ഒരു 50 വയസ്സ് പ്രായത്തിനപ്പുറത്ത് നമുക്ക് ഈ മേസിൽ പണിക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ്. രാത്രി നമ്മൾ കയറണം, ഇറങ്ങണം, വലിയ വലിയ കരികളെ പൊക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ പറ്റി പോയാൽ നോക്കാനാണ്. നമുക്കൊരു സേഫ്റ്റി ഇല്ലാത്തൊരു പണിയാണ് ഈ കൂലിപ്പണി. അതായത് പഴയ കാലഘട്ടത്തിലെ ഈ അടിമകളെക്കാളും ഒരു കഷ്ടമായ ഒരു അവസ്ഥയിലല്ലേ ഇന്നും? അതിനെ കാലക്കാലം കൂടുതൽ അല്ലേ കൂടി. അതായത് പണ്ട് അടിമത്തനം ഉണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബസ്സിന് ചാർജ് കൂടി, ആഹാരത്തിന് പൈസ കൂടി, ഒരു 50 രൂപ കൂട്ടി ചോദിച്ചാൽ തരില്ല. സിമെന്റ് 1000 രൂപ വിറ്റാലും വാങ്ങിക്കും. കമ്പി 500 വിറ്റാലും, ഒരു കിലോ കമ്പി 500 വിറ്റാലും അവർ വാങ്ങിക്കും. സിമെന്റ് ഒരു ചാക്ക് 1000 വിറ്റാലും വാങ്ങിക്കും. നമ്മൾ 50 രൂപ ശമ്പളം കൂടി ചോദിക്കുകയാണെങ്കിൽ അല്ലെ? തൊഴിലാളി വർഗ പാർട്ടി ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഒരു തൊഴിലാളി വർഗ പാർട്ടിയാ. ഇങ്ങനെ തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികളുടെ പേരിൽ നടന്ന ഇവർക്കെല്ലാം നന്നായി തൊഴിലാളികളുടെ ഈ കഷ്ടപ്പാടും ദുരിതങ്ങളും അറിയാം. എന്നിട്ടും നിങ്ങളുടെ കാര്യഘട്ടത്തിൽ, അതായത് നിങ്ങളുടെ ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒരു ഏകീകരണമില്ല തോന്നുംപടി അല്ലേ? ശമ്പളം നിങ്ങൾ ആരെങ്കിലും 50 രൂപ കുറഞ്ഞാൽ നിങ്ങൾ 3 ഇരുന്ന് ഞാൻ നിങ്ങൾ 50 രൂപ കുറച്ച് പറഞ്ഞാൽ 50 രൂപ കുറച്ച് പറഞ്ഞാൽ കൂടി ഞാൻ വിളിച്ചോണ്ട് പോകും. നിങ്ങൾക്ക് ആരോടും ഒരു പരാതിയോ പരിഭവോ പറയാൻ പറ്റത്തില്ല. ശമ്പളം നിങ്ങളെ പണി ചെയ്ത പൈസ ചോദിച്ചാൽ അടുത്ത ദിവസം ശമ്പളമില്ല. എന്തെങ്കിലും ജോലി സൈറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടമോ ആപത്തോ പറ്റിയാൽ ആരുമില്ല. വീട്ടുകാരുണ്ടെങ്കിൽ നോക്കൂ, ഇല്ലെങ്കിൽ അവിടെ കിടക്കും. ഇല്ല. അന്നേരം ഇത്തരത്തിൽ നോക്കി കഴിഞ്ഞാൽ തൊഴിലാളികളെ സംബന്ധിച്ചോളം അവന് യാതൊരു തരത്തിലുള്ള നീതിയും ലഭിക്കുന്നില്ല. അവന് അർഹിക്കുന്ന രീതിയിലുള്ള ശമ്പളമില്ല. ഇതാണ് അവസ്ഥ. അതുപോലെ തന്നെ ഞാൻ വേറെ ഒന്നും കൂടെ പറയല്ല. ഒരു ഗവൺമെന്റ് ജോലി ചെയ്യുന്നവർക്ക് ജോലി കഴിഞ്ഞ് പെൻഷനായി പോയാൽ അവർക്ക് പല ആയിരങ്ങളും പെൻഷൻ വാങ്ങിക്കുന്നു. നമുക്ക് ആര് തരും? ഇവിടെ കേരളത്തിൽ 1200, 1600 രൂപ, തമിഴ്നാട്ടിൽ 1200 രൂപ.
1000 രൂപ ഈ വയസ്സായ കൊടുക്കും. ഈ 1000 രൂപ കൊണ്ട് ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? ഒരു മാസം ജീവിക്കാൻ പറ്റുമോ? 1200 ജീവിക്കാൻ പറ്റുമോ? 50,000 രൂപ മുകളിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗം പെൻഷൻ വായിക്കുന്ന ആളുകളുണ്ട്. അവരും മനുഷ്യനാണ്, നമ്മൾ മനുഷ്യനാണ്. നമുക്ക് കിട്ടുന്ന 1200 രൂപ തമിഴ്നാട്ടില്, കേരളത്തിൽ 1600 രൂപ. ഇതുകൊണ്ട് ഒരു മാസം ജീവിക്കാൻ പറ്റും. ഒരു മാസം എവിടെ കാലിച്ചാൽ പിടിക്കാൻ പറ്റുമോ? അതായത് ചുരുക്കം പറഞ്ഞാൽ അന്നേരത്തരം കഴിയണമെങ്കിൽ നമ്മൾ പണി ചെയ്താലുണ്ട്. വേറെ ഒരു നാളെ കുറിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു പ്രതീക്ഷയില്ല, ഒന്നുമില്ല. അവനവൻ ആരോഗ്യമുള്ളിടത്തോളം കാലം എന്തെങ്കിലും ചെയ്യാം. അതുപോലെ ചേട്ടന്റെ പേരെന്താ? കേട്ടില്ല. തോമസ്. തോമസ് ചേട്ടന്റെ സ്ഥലം എവിടാ? തിരുവല്ല. തിരുവല്ലയിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുക. സ്ഥിരം പണി ഉണ്ടായിരുന്നു. ഹോട്ടൽ പൂട്ടി പോയി. ഹോട്ടലില്ല. എന്ത് ജോലിയാ തോമസ് ചേട്ടൻ ചെയ്യുന്നത്? ഞാൻ ജോലി ചെയ്യുന്നത് പാചകമാ. ഹോട്ടൽ തൊഴിലാളിയാ. ഹോട്ടൽ തൊഴിലാളികളെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോകാറുണ്ടോ? ഇവിടെ കൂടുതലും പോകുന്ന ഹോട്ടൽ പണിക്ക് വേണ്ടിയാ? ഹോട്ടൽ പണിക്കാരാ? അങ്ങനെ ഈ ഓരോരുത്തരം പണിക്കാർ ഓരോ മേഖലകളായിട്ട് മാറി നിൽക്കുകയാണോ? കെട്ടിടം പണിക്കാര്. ഇവിടെ ഫോർട്ടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നവര് ഹോട്ടൽ പണിക്കാര്, അകത്ത് നിൽക്കുന്നതും കെട്ടിടം പണിക്കാര്. അവിടെ ഹോട്ടൽ പണിക്കാര്. ഇപ്പൊ ഹോട്ടൽ പണിക്കൊക്കെ ഒരു ദിവസം വിളിച്ചോണ്ടോ എത്ര ശമ്പളം കിട്ടും? അതിപ്പം 900 ഓരോരുത്തരുടെ അനുസരിച്ച്. എല്ലാ ദിവസവും പണി കിട്ടാറുണ്ടോ? ഇല്ല. രണ്ടാഴ്ച കൊണ്ടിന്റെ പണി പോയി. ഇപ്പൊ തിരുവല്ലയിൽ നിന്ന് ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് നിൽക്കാൻ കാരണം? ഞാൻ ഇവിടെ ആയിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ കൊറോണ കുടുംബശ്രീ പണി ഉണ്ടായിരുന്നു. അത് ആ ഹോള് കൂട്ടി പോയി. എപ്പോഴും പണി കിട്ടുന്നില്ല. അറിയാവുന്നവരാണോ ഒന്ന് വിളിക്കുന്നത് അതോ ഒന്നുമില്ല? നിനക്ക് വേറെ കൊണ്ടുവരും പണിക്കാരാണോ അത്? പിന്നെ വേറെ പണിയൊന്നും അങ്ങനെ ഉണ്ട്. ഒരു വശത്ത് മെയ്ദിന പരിപാടികൾ അരങ്ങ് തകർക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതാ കഴിഞ്ഞ 81 ദിവസങ്ങളായി രാപകൽ സമരം തുടരുന്ന, പ്രതിദിനം 200 രൂപ ശമ്പളം മേടിക്കുന്ന ആശന്മാരുടെ അതിജീവനത്തിനായുള്ള രാപകൽ സമരം തുടരുകയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, നേതാക്കന്മാരെ, നിങ്ങളുടെ ആഘോഷങ്ങളുടെ പ്രസക്തി എന്താണ്? ഇന്ന് ലോകത്തെങ്ങുമുള്ള പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ അവകാശ പോരാട്ടത്തിന് വിധമായി ഈ മെയ് ദിനം ആചരിക്കുകയാണ്. തീർച്ചയായും കേരളത്തിലെ ആശാവർക്കർമാർ 26,125 ആശാവർക്കർമാരും ഇന്ന് ഈ മെയ് ദിന സന്ദേശത്തോടൊപ്പം മെയ് ദിന റാലിയോടൊപ്പം അണിചേരുകയാണ് സംസ്ഥാനമൊട്ടാകെ. ഇവിടെ തിരുവനന്തപുരത്ത് ഈ സമരപന്തലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മെയ് ദിന റാലി രാവിലെ 10 മണിക്ക് ആരംഭിക്കും. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നതായിരുന്നു മെയ് ദിനം ഉയർത്തിയ മുദ്രാവാക്യം. ഇവിടെ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും ആ ഡിമാൻഡിന് വളരെ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ചും ആശാവർക്കർമാരുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ അവർ ഇന്ന് വളരെയധികം പ്രയാസം അനുഭവിക്കുകയാണ്. അപ്പോൾ ഈ മെയ് ദിനത്തിൽ 8 മണിക്കൂർ ജോലി എന്ന് പറയുന്നത് വളരെ സ്ഥാപിച്ചെടുക്കേണ്ടുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ആശാവർക്കർക്ക് മാത്രമല്ല, പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഏവർക്കും 8 മണിക്കൂർ എന്ന് സ്ഥാപിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിശ്രമം എന്ന് പറയുന്നത് വളരെ അടിയന്തരമായിരിക്കുന്നു. വിശ്രമമില്ലാത്ത ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിനോദം എന്നുള്ളത് അത് പറയേണ്ട കാര്യമില്ല, അതിനുള്ള യാതൊരു സാഹചര്യമില്ല. അപ്പോൾ വീണ്ടും ഒരിക്കൽ തൊഴിലാളികൾ അവൻ്റെ ചോര കൊടുത്ത് ജീവൻ കൊടുത്ത് നേടിയെടുത്ത അവകാശങ്ങൾ വീണ്ടും സ്ഥാപിച്ചെടുക്കാൻ എന്നൊരു ഗതികെട്ട സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ സമരം ആരംഭിച്ചിട്ട് 81 ദിവസമായി 233 രൂപയ്ക്ക് പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന ഒരു വലിയൊരു സമരമാണ് നടക്കുന്നത്. ഇത്രയും ദിവസം പിന്നിട്ടിട്ടും ഭരണാധികാരികളുടെ കണ്ണ് തുറക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സമരം ഞങ്ങൾ വളരെ സജീവമായി കൂടുതൽ ആർജവത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം. ഈ മെയ് ദിനത്തിൻ്റെ പാഠങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. കാരണം പൊരുതുകയല്ലാതെ സംഘടിച്ച് പ്രവർത്തിക്കുകയല്ലാതെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് മാർഗങ്ങളില്ല എന്നുള്ളത് ഓരോ ദിനവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ മെയ് ദിന പരിപാടി വളരെ അതിൻ്റെ പൂർണ്ണമായ ബോധ്യപ്പെടലോടുകൂടിയാണ് ഞങ്ങൾ നടത്തുന്നത്. എൻ്റെ പേര് സൗഭാഗ്യകുമാരി എന്നാണ്. ഞാൻ ആശാ വർക്കേഴ്സിൻ്റെ സംഘാടകയാണ്. ഈ സമരത്തിൻ്റെ സംഘാടകരിൽ ഒരാളാണ്.
ഇന്ന് ലോക തൊഴിലാളി ദിനമാണ്, മെയ് 1. ലോക തൊഴിലാളി ദിനം എന്ന് പറയുമ്പോൾ അത് മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സന്ദേശമാണ്, അതൊരു അനുസ്മരണമാണ്. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊഴിലാളികൾ മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾക്കായി, മെച്ചപ്പെട്ട കൂലിക്കും സേവന വ്യവസ്ഥകൾക്കുമൊക്കെ വേണ്ടിയിട്ട് ജീവൻ കൊടുത്ത് പോരാടിയ ഒരു ദിനത്തെ ഓർമ്മിപ്പിക്കുന്ന, അത്തരം ഒരു പോരാട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ദിനമാണ് തൊഴിലാളി ദിനം. ഈ തൊഴിലാളി ദിനത്തിൽ ഇന്ന് ആശാ സഹോദരിമാർ കഠിനമായ ഒരു സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ അവർ ആവശ്യപ്പെടുന്നത് അവർക്ക് ജീവിക്കാനുള്ള അല്പം കൂടി മെച്ചപ്പെട്ട വേതനം തരണമെന്നാണ് പറയുന്നത്. അപ്പോൾ തൊഴിലാളി ദിനം ആചരിക്കാൻ തുടങ്ങിയിട്ട്, ലോകത്ത് തൊഴിലാളി ദിനം ആചരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇന്ന് നൂറ്റാണ്ടുകൾ പിന്നിട്ടു എങ്കിലും ഇന്നും നമ്മുടെ കേരളത്തിൽ, ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഈ കേരളത്തിൽ തൊഴിലാളികൾ അവർക്ക് അല്പം കൂടി മെച്ചപ്പെട്ട വേതനം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് 180 ദിവസത്തിലധികമായി മുറവിളി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഒരു വിഷയമാണ്, സമൂഹം അതുപോലെ ഗവൺമെൻറ്റൊക്കെ പരിഗണിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇന്ന് വളരെ പ്രസക്തമാണ്, വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ദിനമാണ് ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഈ തൊഴിലാളി ദിനം. ഈ തൊഴിലാളി ദിനത്തിൽ അവർ ശക്തമായ പോരാട്ടത്തിൻ്റെ ഭാഗത്താണ്. അത് മെച്ചപ്പെട്ട ഒരു കൂലിയാണ് അവർ ആവശ്യപ്പെടുന്നത്, വിരമിക്കൽ ആനുകൂല്യമാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇന്നും ഈ നൂറ്റാണ്ടുകൾക്ക് ശേഷവും തൊഴിലാളി ദിനം ആചരിക്കുവാൻ തുടങ്ങി നൂറ്റാണ്ടുകൾക്കിപ്പുറവും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയും ഒരു തൊഴിലാളി വിഭാഗം ഇതര വിഭാഗങ്ങൾക്ക് മാതൃകയായി, അവർക്ക് ഏവർക്കും ഇൻസ്പിറേഷനായിട്ട്, ആവേശമായിട്ട് ഈ തൊഴിലാളി ദിനത്തിൽ ഇന്ന് പോരാട്ടം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ പോരാട്ട മുഖങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനിപ്പിക്കുകയാണ്. മെയ് ദിനം ആചരിക്കാത്ത 2 രാജ്യങ്ങളാണ് ലോകത്തുള്ളത്. ഒന്ന്, തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ച ഷിക്കാഗോ ഉൾപ്പെടുന്ന അമേരിക്കയും 2 കാനഡയും. തൊഴിലാളികളുടെ ചുടുചോര ഊറ്റിക്കുടിച്ച് കുളയട്ടെ പോലെ കൊഴുത്തു വീർത്ത ഈ നാറികൾക്ക് മെയ് ദിനം ആചരിക്കാതിരുന്നുകൂടെ? ഉപദേശവും ഊഞ്ഞലാട്ടും രണ്ടും കൂടി ഒരുമിച്ച് വേണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.